ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമുക്കിന്ന് സാറ്റിൻ റിബൺ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു വുവൺ റോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സാറ്റിൻ റിബൺ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ത്രെഡ് നമ്മുടെ സാധാ എംബ്രോയ്ഡറി ത്രെഡാണ്, കോട്ടൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന സാറ്റിൻ റിബണിൻ്റെ അതേ കളർ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ത്രെഡ് എടുക്കണം. മനസ്സിലായോ? അപ്പോൾ രണ്ടും ഞാനിപ്പോൾ ഒരേ കളർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നീഡിലാണ് എടുക്കുന്നത്. ഇത് സാറ്റിൻ റിബൺ കോർക്കാൻ വേണ്ടിയിട്ടുള്ള നീഡിലെന്ന് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ പറഞ്ഞ് മേടിക്കണം. കാരണം കുറച്ച് വലിയ ഹോളുള്ളതിലല്ലേ നമുക്ക് സാറ്റിൻ്റെ റിബൺ ഇങ്ങനെ അകത്തോട്ട് കയറ്റാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നോർമലായിട്ട് നമ്മളൊരു വുവൺ റോസ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ 5 പാർട്ടീഷനായിട്ട് നമ്മൾ ലൈൻസ് കൊടുക്കത്തില്ലേ, അവിടെ നമുക്കിങ്ങനെ ലൈൻസിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് കോട്ടൻ്റെ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് കളറാണോ സാറ്റിൻ റിബൺ എടുക്കുന്നത് അതേ സെയിം കളർ തന്നെ കോട്ടൻ്റെ ത്രെഡും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് ഈ ഒരു ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കെട്ടിയിട്ട് നിർത്തണം. അതിനുശേഷം നമ്മുടെ സാറ്റിൻ റിബണിൻ്റെ തുമ്പത്തായിട്ട് നമ്മളിതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണം. നമുക്ക് വേണ്ടുന്ന അത്ര സാറ്റിൻ റിബൺ കുറച്ചധികം എടുക്കുക കേട്ടോ. കുറച്ച് മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തുമ്പത്തായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കുക. 2 തവണ ഞാനിങ്ങനെ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ സെക്യൂർ ആയിട്ട് ഇരിക്കും. ഒന്ന് ഉരുക്കി കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ സൂചി കുത്തിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ഇത് കട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് മുകളിലോട്ട് എടുക്കാനായിട്ട് സാറ്റിൻ റിബൺ ഇങ്ങനെ മുകളിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഈസി ആയിട്ട് എടുക്കുന്നത് കാണിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അയ്യോ ഇതിൽ ഈസി ആയിട്ട് കാണിക്കുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ ബുദ്ധിമുട്ടെന്ന് വിചാരിച്ച് ചിലപ്പോൾ നിങ്ങൾ അവിടെ വെച്ചിട്ട് പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ഇങ്ങനെ സൂചി കുത്തി എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ സാറ്റിൻ റിബൺ മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ നോർമലായിട്ട് വുവൺ റോസ് ത്രെഡ് വെച്ച് ചെയ്ത് കൊടുക്കും പോലെ തന്നെ ഇങ്ങനെ ഓരോന്ന് ഇടവിട്ട് വീതം ഇങ്ങനെ സൂചി അതിൻ്റെ അകത്തു കൂടി ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ നല്ല വശം ഉണ്ടല്ലോ, കണ്ടോ, നല്ല വശം, അതായത് ഗ്ലേസിങ് വരുന്ന വശം, അത് നമ്മളിങ്ങനെ വരത്തക്ക വീതം ഇങ്ങനെ നമ്മൾ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകണം. ഈസിയാണ്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ നോർമലായിട്ട് ത്രെഡ് വെച്ച് വുവൺ റോസൊക്കെ ചെയ്യുന്നതിനേക്കാളും നമ്മൾ കുറച്ചുകൂടെ ഒരു അട്രാക്ഷൻ ഒരു എടുപ്പൊക്കെ ആയിരിക്കും ഈ ഒരു സാറ്റിൻ റിബൺ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത്, ഇതുപോലെ റോസ് ചെയ്യുന്ന സമയത്ത് നല്ല വശം, അതായത് ഗ്ലേസിങ് ഉള്ള വശം ഇങ്ങനെ നല്ലോണം വരാൻ, അതായത് ഇങ്ങനെ കണ്ടോ, ഞാൻ പിടിച്ച് വെക്കുന്നത് കണ്ടോ, ഇതുപോലെ വലിച്ചെടുത്ത് കൊടുത്തിട്ട് അഴുക്ക ഭാഗം വരാതെ നല്ല വശം ഇങ്ങനെ തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇതെന്തോ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇഷ്ടപ്പെടും.
ഇങ്ങനെ നമ്മൾ ആ നൂല്, അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുത്ത നൂല് മറയുന്ന രീതി, അതായത് മറയുന്നത് വരെ നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം. പിന്നെ നിങ്ങൾ നീഡിലിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ആവണ്ട. ചെറിയ നീഡിലിൽ ഈ ഒരു സാറ്റിൻ റിബൺ കയറത്തില്ല, മനസ്സിലായോ? അപ്പോൾ നമ്മൾ സാറ്റിൻ റിബൺ കോർക്കാൻ വേണ്ടിയിട്ട്, സാറ്റിൻ റിബൺ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് പ്രത്യേകം നീഡിൽ വാങ്ങുക. കുറച്ച് വലിയ ഹോളുള്ള നീഡിൽ തന്നെ വാങ്ങുക. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് സാറ്റിൻ റിബൺ എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തേക്ക് ഇങ്ങനെ നമ്മൾ നൂല് കോർത്തെടുക്കും പോലെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. പിന്നെ ഇനിയും നമ്മൾ സാറ്റിൻ റിബണിൻ്റെ ഫ്ലവർ ചെയ്യും, ലീഫ് ചെയ്യും. അതൊക്കെ ഞാൻ വരും വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ സാറ്റിൻ റിബൺ ഇവിടെ കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഇങ്ങനെ സൂചി കുത്തി താഴോട്ട് ഇങ്ങനെ ഇറക്കണം. പതിയെ വേണം, വലിച്ച് പിടിക്കരുതെങ്കിൽ എല്ലാം കൂടെ പോവും. അതുകൊണ്ട് പതിയെ ഇങ്ങനെ വലിച്ച് പിടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ സാറ്റിൻ റിബൺ ഓക്കെ ആയി. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് ചെയ്യും പോലെ ബാക്കിൽ കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുക്കുന്ന സമയത്തൊന്ന് ഉരുക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അത് കുറച്ചുകൂടെ ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. താങ്ക്